ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പോകുന്നത് ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൈസൂരിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്കാണ്. ആദ്യമായിട്ട് പോകുന്നത് ശ്രീരംഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 14 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. ഇന്ത്യൻസിനാകുമ്പം ഒരാൾക്ക് 20 രൂപയും ഫോറിനേഴ്സിനാകുമ്പം ഒരാൾക്ക് 250 രൂപയാണ് കേട്ടോ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഇത് പണ്ട് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരമായിരുന്നു. ഇപ്പോൾ ഇത് മ്യൂസിയം ആക്കിയിട്ടുണ്ട് കേട്ടോ. 1784 ഈ കൊട്ടാരത്തിന്റെ പണി കഴിച്ചത്. ദരിയ ദൗലത് ബാഗ് എന്ന പേരിലുള്ള ഈ കൊട്ടാരം അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് എന്ന പേരിലാണ്. ടിപ്പു സുൽത്താന്റെ അച്ഛനായ ഹൈദരലിയാണ് ഇതിന്റെ പണി തുടങ്ങി വെച്ചതെങ്കിലും ഈ പണി തീർത്തും കണ്ട് അവിടെ താമസമാക്കിയത് ടിപ്പു സുൽത്താനായിരുന്നു. ഈ കൊട്ടാരത്തിന്റെ ഭൂരിഭാഗവും തേക്ക് ഉപയോഗിച്ചാണ് കേട്ടോ നിർമ്മിച്ചത്. ഇതിന്റെ 4 വശത്തും തുറന്ന വരാന്തകളാണ്. ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പാണ് കേട്ടോ ഇവിടെ കൊടുത്തത്. ഈ കൊട്ടാരത്തിന്റെ 4 വശവും ഇപ്പോൾ പച്ച പായകൾ കൊണ്ട് മറച്ചതായിട്ട് നമുക്ക് കാണാം. നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് ധാരാളം ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും നിറയെ ഗാർഡനിൽ കൂടിയാണ് കേട്ടോ നമ്മൾ നടന്ന് അവിടേക്ക് എത്തുക. ആ പെയിന്റിങ്ങുകളുടെ ഭംഗി പോകാതിരിക്കാനും വെയിലേറ്റ് നശിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. 2 നിലകളാണ് ഈ പാലസിനുള്ളത്. ഇതിന്റെ 2ാമത്തെ നിലയിലേക്ക് ആർക്കും പ്രവേശനമില്ല. പുറത്ത് യുദ്ധചിത്രങ്ങളാണ് വരച്ചതെങ്കിൽ അകത്ത് നല്ല പൂക്കളുടെ ചിത്രങ്ങളാണ് കേട്ടോ. ഇതിൽ ഓരോ ചിത്രത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇവിടെ ചിത്രങ്ങളായിട്ട് വരച്ചിട്ടുള്ളത്. ഈ കൊട്ടാരത്തിൽ 4 വശത്തും മുകളിൽ ബാൽക്കണികളായിട്ടുണ്ട് കേട്ടോ. ഈ കൊട്ടാരത്തിനുള്ളിൽ വേറൊരു മ്യൂസിയം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഉപയോഗിച്ച നാണയങ്ങൾ, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, പിന്നെ ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. അതുപോലെ തന്നെ മൈസൂർ പട്ടാളം ഉപയോഗിച്ചിട്ടുള്ള തോക്കുകളും ഒക്കെ ഇവിടെ ഉണ്ട്. പണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്ത് ഉപയോഗിച്ച ഫർണിച്ചറുകളാണ് കേട്ടോ ഇത്. ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച ഉടവാളിന് ഏകദേശം 7 കിലോയും 400 ഗ്രാമും ഭാരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കടുവയുടെ തലയിൽ ഈ ഉടവാളിന്റെ കൈപ്പിടി കൊത്തിവെച്ചിരുന്നു. ടിപ്പുവിന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കടത്തിയ ഈ ഉടവാള് 2003 വിജയ് മല്യാർ 20 കോടി രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ചെടുത്തത്. ഇപ്പോൾ ആ വാൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല.
ഇതൊക്കെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ്. പട്ടിൽ നെയ്തെടുത്ത പൈജാമയും പനയോല കൊണ്ട് നിർമ്മിച്ച തൊപ്പിയുമാണ് കേട്ടോ. പത്മനാഭ ക്ഷേത്രത്തിലേക്ക് ടിപ്പു സുൽത്താൻ സംഭാവന ചെയ്ത വെള്ളിപ്പാത്രങ്ങളാണിവ. അടുത്തതായിട്ട് പോകാൻ പറ്റിയ സ്പോട്ടാണ് ടിപ്പു സുൽത്താന്റെ റെസ്റ്റിംഗ് പാലസ്. അവിടെ പോകുന്ന സമയത്ത് പുറത്തൊക്കെ ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. കുതിരസവാരിയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയൊരു സ്പോട്ടാണ് അവിടെ. ഇതാണ് ടിപ്പു സുൽത്താന്റെ റെസ്റ്റിംഗ് പ്ലേസ്. ടിപ്പു സുൽത്താനെ അടക്കം ചെയ്തത് ഇവിടെയാണ് കേട്ടോ. അടുത്തതായിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ടിപ്പു സുൽത്താന്റെ പഴയ പാലസ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അടുത്തതായിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ടിപ്പു സുൽത്താന്റെ ഡെത്ത് പ്ലേസ്. ഇവിടെ ആയിരുന്നു ടിപ്പു സുൽത്താൻ മരിച്ച് വീണ് കിടന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ.